ഇംഗ്ലീഷ് വിത്ത് എസ് കെ എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളായി നമ്മൾ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദ എന്നതിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്നും അത് സംബന്ധിച്ച് 2 പോയിന്റുകൾ മാത്രം ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നു. നോക്കാം. ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദ എന്നത് ഒരു സിംഗുലർ നൗണിന് മുന്നിൽ ഉപയോഗിക്കുന്നു. ആ സിംഗുലർ നൗൺ ഒരു വിഭാഗത്തെ മുഴുവൻ റെപ്രസെന്റ് ചെയ്യുന്നതാണെങ്കിൽ മാത്രമാണ് ദ എന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആ സിംഗുലർ നൗണിന്റെ മുന്നിൽ ഉപയോഗിക്കുക. ഒരു എക്സാമ്പിൾ, ഹൗ ഈസ് എ യൂസ്ഫുൾ അനിമൽ എന്നതാണ് ഒരു സെന്റൻസ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ കൗ എന്നത് ഒരു വിഭാഗത്തെ, ഒരു വർഗത്തെ മുഴുവൻ റെപ്രസെന്റ് ചെയ്യുന്നു എന്ന അർത്ഥത്തിലാണ്. അതിനാൽ ഇവിടെ ദ എന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ യൂസ് ചെയ്യാം. The cow is a useful animal. ഇത് പറയുമ്പോൾ തന്നെ 2 സെന്റൻസുകൾ കൂടി ഞാൻ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. എന്താണ്? The cows are useful animal. ഇവിടെ നമ്മൾ the cow is a useful animal എന്ന് പറഞ്ഞിരിക്കുന്നു. ഇവിടെ ഈ സെന്റൻസ് cow എന്ന് പറഞ്ഞിരിക്കുന്നത് സിംഗുലർ നൗൺ ആണ്. ആ cow എന്ന സിംഗുലർ നൗൺ കൗ എന്ന മുഴുവൻ വിഭാഗത്തെയും റെപ്രസെന്റ് ചെയ്യുന്നത് കൊണ്ട് ദ എന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ യൂസ് ചെയ്തു. മനസ്സിലാവുന്നുണ്ടല്ലോ? എന്നാൽ ദ കൗസ് എന്ന് പറയുമ്പോൾ ഇത് തെറ്റാണ്, ഇങ്ങനെ യൂസ് ചെയ്യാൻ പാടില്ല. ദ കൗസ് ആർ യൂസ്ഫുൾ അനിമൽ എന്ന് ഉപയോഗിക്കരുത്, അത് റോങ് സെന്റൻസ് ആണ്. അതേ അവസരത്തിൽ കൗസ് ആർ യൂസ്ഫുൾ അനിമൽസ്, കൗസ് ആർ യൂസ്ഫുൾ അനിമൽസ്, ഇവിടെ എന്ത് ചെയ്യാം? ഇത് ഉപയോഗിക്കാൻ, ഇത് ശരിയാണ്. അപ്പോൾ നമുക്ക് ചില സ്ഥലങ്ങളിൽ ഒമിഷൻ വരും, അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. ആർട്ടിക്കിൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ എന്ത് വേണ്ട? ആർട്ടിക്കിൾ വേണ്ട. കൗസ് ആർ യൂസ്ഫുൾ അനിമൽസ് എന്ന് എഴുതിയാൽ മതി. ദ കൗസ് ആർ യൂസ്ഫുൾ അനിമൽ എന്ന് എഴുതരുത്, തെറ്റാ. മറ്റൊരു പോയിന്റ് നോക്കാം. ഒരു സബ്ജക്റ്റ് നമ്മൾ ഒരിക്കൽ പറഞ്ഞിട്ട് അതേ സബ്ജക്റ്റ് ആവർത്തിച്ചു വരാം. ഒരു നൗണ് നേരത്തെ സൂചിപ്പിച്ചത് ആവർത്തിച്ചു വരികയാണെങ്കിൽ അവിടെ നമുക്ക് ആ നൗണിന്റെ മുൻപിൽ ദ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യാം. ദ എന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എഴുതാം. എക്സാമ്പിൾ നോക്കൂ. ഷീ ബോട്ട് എ മൊബൈൽ ഫോൺ. ഒരു മൊബൈൽ ഫോൺ അവൾ വാങ്ങി. അത് കഴിഞ്ഞ ദിവസമായിരിക്കാം, യെസ്റ്റർഡേ ആയിരിക്കാം, ലാസ്റ്റ് ഡേ ആയിരിക്കാം. ആ മൊബൈൽ ഫോണിനെ കുറിച്ച് വീണ്ടും സംസാരിക്കുന്നു. She showed dash mobile to her friend. അവൾ വാങ്ങിച്ച മൊബൈൽ ഫോണ് അവളുടെ സുഹൃത്തിന് അറിയാം. ആ ഫോണിനെയാണ് വീണ്ടും ഇവിടെ സൂചിപ്പിക്കുന്നു. അതിനെ അവളുടെ ഫ്രണ്ടിന് കാണിച്ചു കൊടുക്കുന്നു. She showed dash mobile. ഇവിടെ ആർട്ടിക്കിൾ യൂസ് ചെയ്യണം. ഏത് ആർട്ടിക്കിൾ നമുക്കിവിടെ ഉപയോഗിക്കാൻ കഴിയും? ദ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യാം. ദ മൊബൈൽ ഫോൺ. അപ്പോൾ ഒരിക്കൽ സൂചിപ്പിച്ച ഒരു നൗണ് ആവർത്തിച്ചു വരികയാണെങ്കിൽ ആ നൗണിന്റെ മുന്നിൽ ആർട്ടിക്കിൾ ഏത് ഉപയോഗിക്കണം? ദ എന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ യൂസ് ചെയ്യണം. ഇങ്ങനെ 2 കാര്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തരുന്നത്. ഈ 2 കാര്യങ്ങളും നന്നായിട്ട് കേൾക്കുക, പഠിക്കുക. എൻ്റെ ക്ലാസ് കേൾക്കുന്ന മുഴുവൻ ആളുകൾക്കും താങ്ക്സ് രേഖപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ഇംഗ്ലീഷ് വിത്ത് എസ് കെ എന്ന ചാനൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് രേഖപ്പെടുത്താനും മറക്കരുതേ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പറയുന്നു. എല്ലാവർക്കും താങ്ക്സ്.